ആരാണ് അഷ്ടവസുക്കൾ? എന്താണ് അവരുടെ കഥ? ഹിന്ദു പുരാണത്തിലെ 8 ദിവ്യശക്തികളാണ് അഷ്ടവസുക്കൾ. അവർ വിശ്വത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന പ്രകൃതി ദേവതകളാണ്. അഗ്നി, വായു, ജലം, ഭൂമി, പ്രകാശം, ദിശകൾ, നക്ഷത്രങ്ങൾ, ചന്ദ്രൻ ഇവയുടെയെല്ലാം പ്രതീകങ്ങളാണ് അഷ്ടവസുക്കൾ. സപ്തഋഷികളിൽ ഒരാളായ കശ്യപ മഹർഷിയുടെയും ദക്ഷപുത്രിയായ അദിതിയുടെയും പുത്രന്മാരാണ്. അതിനാൽ തന്നെ ഇവർ ആദിത്യന്മാർ എന്ന പേരിലും അറിയപ്പെടുന്നു. ദേവന്മാരുടെ ശക്തിയുടെ പ്രതീകങ്ങളാണ് അഷ്ടവസുക്കൾ. ഇവർ ദേവലോകത്തിലെ അർദ്ധദേവതകളാണ്. ഇനി ആരൊക്കെയാണ് അഷ്ടവസുക്കൾ എന്ന് കാണാം. അനല, അഗ്നിദേവന്റെ പ്രതിനിധിയാണ് അനല. അനില, വായുദേവന്റെ പ്രതിനിധി. അപ, വരുണദേവന്റെ പ്രതിനിധി. ധാര, ഭൂമിദേവിയുടെ പ്രതിനിധി. സോമ, ചന്ദ്രദേവന്റെ പ്രതിനിധി. ധ്രുവ, ധ്രുവതാരത്തിന്റെ പ്രതിനിധി. പ്രത്യുഷ, പ്രകാശത്തിന്റെ പ്രതിനിധി. പ്രഭാസ, തേജസിന്റെ പ്രതിനിധി. ഇവർ ത്രിമൂർത്തികളുമായി നേരിട്ട് ബന്ധപ്പെട്ട ശക്തികളാണ്. ദേവലോകത്തിലെ സ്വർഗീയ ശക്തികളായതിനാൽ സാധാരണ മനുഷ്യർക്ക് ഇവരെ കാണാൻ സാധിക്കില്ല. പുരാണങ്ങൾ പ്രകാരം അഷ്ടവസ്തുക്കൾക്ക് സ്വർഗത്തിൽ പ്രത്യേക ലോകങ്ങളുണ്ട്. അവിടെ അവർ പ്രകൃതിയുമായി ബന്ധപ്പെട്ട തത്വങ്ങളെ നിയന്ത്രിക്കുന്നു, ദേവഗണങ്ങളെ സേവിക്കുന്നു, ദിവ്യയജ്ഞങ്ങളിൽ പങ്കെടുക്കുന്നു. ഇവർ തേജസിന്റെ ദേവതകളാണ്. അഷ്ടവസുക്കൾക്ക് ലഭിച്ച ശാപത്തിന്റെ കഥയറിഞ്ഞാലോ? ഒരിക്കൽ അഷ്ടവസുക്കൾ തന്റെ ഭാര്യമാരോടൊപ്പം ഭൂമിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലെത്തുന്നത്. അവിടെ അവർ നന്ദിനി എന്ന പശുവിനെ കാണുന്നു. ദിവ്യ പശുവായ കാമധേനുവിന്റെ പുത്രിയാണ് നന്ദിനി. വസുക്കളിൽ ഒരാളായ പ്രഭാസന്റെ ഭാര്യയ്ക്ക് നന്ദിനിയെ ദേവലോകത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടായി. വസിഷ്ഠ മഹർഷിയോട് തങ്ങളുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ അദ്ദേഹം അത് നിഷേധിച്ചു. പത്നിയുടെ നിർബന്ധം കാരണം പ്രഭാസൻ നന്ദിനിയെ ആശ്രമത്തിൽ നിന്നും മോഷ്ടിക്കാൻ തീരുമാനിച്ചു. അയാൾ തന്റെ സഹോദരങ്ങളോടൊപ്പം ചേർന്ന് നന്ദിനിയെ മോഷ്ടിച്ചു. എന്നാൽ ഇത് മനസ്സിലാക്കിയ വസിഷ്ഠ മഹർഷി അവരെ ശപിച്ചു. മനുഷ്യരെ പോലെ കളവ് ചെയ്ത് ദിവ്യ പശുവിനെ മോഷ്ടിക്കാൻ ശ്രമിച്ചതിന് അഷ്ടവസുക്കളോട് ഭൂമിയിൽ ചെന്ന് മനുഷ്യരായി ജന്മമെടുക്കാനായി വസിഷ്ഠ മഹർഷി പറഞ്ഞു. ശാപം കേട്ട് പേടിച്ചരണ്ട വസുക്കൾ വസിഷ്ഠ മഹർഷിയോട് ക്ഷമാപണം നടത്തി. ക്രോധം മാറിയ ശേഷം വസിഷ്ഠ മഹർഷി അവർക്ക് ശാപമോക്ഷവും നൽകി. അഷ്ടവസുക്കളിലെ 7 വസുക്കൾക്ക് ഭൂമിയിൽ മനുഷ്യനായി ജന്മമെടുത്ത് മരണം സ്വീകരിച്ച് അപ്പോൾ തന്നെ ദേവലോകത്തേക്ക് തിരിച്ചു വരാൻ സാധിക്കും. എന്നാൽ പശുവിനെ മോഷ്ടിക്കാൻ മുന്നിൽ നിന്ന പ്രഭാസന് മനുഷ്യജന്മം സ്വീകരിച്ച് മനുഷ്യന്റെ യാതനകളും വേദനകളും അനുഭവിക്കണമെന്ന് മഹർഷി പറഞ്ഞു. ഭൂമിയിൽ ജന്മമെടുത്ത് ശാപമോക്ഷം നേടാൻ കാത്തിരിക്കുമ്പോഴാണ് അഷ്ടവസുക്കൾ ഗംഗാദേവിക്ക് ബ്രഹ്മാവിൽ നിന്നും ലഭിച്ച ശാപത്തിന്റെ കഥയറിയുന്നത്. അവർ ഗംഗാദേവിയെ സമീപിക്കുകയും തങ്ങളുടെ മനുഷ്യജന്മം ഗംഗാദേവിയുടെ ഉദരത്തിൽ നിന്നാവണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അവരുടെ പ്രാർത്ഥന സ്വീകരിച്ച ഗംഗാദേവി അവർക്ക് ജന്മം നൽകാമെന്നും അതുപോലെ തന്നെ അവർക്ക് ശാപമോക്ഷം നൽകാമെന്നും ഉറപ്പു നൽകി. അങ്ങനെ ദ്വാപരയുഗത്തിൽ ഗംഗാദേവി മനുഷ്യസ്ത്രീയായി ജനിച്ചപ്പോൾ ഗംഗയുടെയും ശന്തനുവിൻ്റെയും പുത്രന്മാരായി അഷ്ടവസുക്കൾ ജന്മമെടുത്തു. 7 വസുക്കളെയും ജന്മമെടുത്ത സമയത്ത് തന്നെ വധിച്ചുകൊണ്ട് ഗംഗാദേവി അവർക്ക് ശാപമോക്ഷം നൽകി. 8ാമനായ പ്രഭാസന് തന്റെ തെറ്റിനുള്ള ശിക്ഷയനുഭവിക്കേണ്ടി വന്നു. അവന് വളരെയധികം വർഷം ഭൂമിയിൽ ജീവിക്കേണ്ടി വന്നു. ആ 8ാമനായ പ്രഭാസനാണ് മഹാഭാരതത്തിലെ മഹായോദ്ധാവായ ഭീഷ്മർ. മഹാഭാരതത്തിലെ ഏറ്റവും അധികം യാതനകളും വേദനകളും പീഡനങ്ങളും സഹിച്ച ശേഷമാണ് ഭീഷ്മർക്ക് ശാപമോക്ഷം ലഭിക്കുന്നത്. ഭീഷ്മരുടെ മരണശേഷം മറ്റു വസുക്കൾ അദ്ദേഹത്തെ ദേവലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു.